അണ്വായുധം പ്രയോഗിക്കുമെന്ന പാക് ഭീഷണിക്കെതിരെ അമേരിക്ക. ഇത്തരം ഭീഷണികൾ അവസാനിപ്പിക്കണമെന്നും എല്ലാ രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്നും അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി രാജേന്ദ്രൻ തത്സമയം ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നുണ്ട്. രാജേന്ദ്രൻ, ഒരുപക്ഷെ ആവർത്തിച്ചുള്ള ഇത്തരം ഭീഷണികൾ വരുമ്പോഴും ഇന്ത്യയുടെ ഒരു കരുത്ത് അതുതന്നെയാണ്. രാജ്യാന്തര തലത്തിൽ പ്രത്യേകിച്ച് അമേരിക്ക പോലെയുള്ള രാഷ്ട്രങ്ങൾ ഈ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നത് തന്നെയാണ്. ഇപ്പോൾ പൂർണ്ണമായ പിന്തുണയുമായി അമേരിക്കയും രംഗത്തെത്തിയിരിക്കുകയാണോ ഈ ഒരു വിഷയത്തിൽ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇതിനകത്തിപ്പോൾ ഈ വിഷയം കൂടുതൽ അന്താരാഷ്ട്രവൽക്കരിക്കപ്പെടുകയാണ് എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ അല്പം മുമ്പ് വന്ന ഒരു വാർത്ത, അതായത് ഐക്യരാഷ്ട്ര സംഘടന ഈ വിഷയത്തിൽ ഇടപെടാൻ തയ്യാറാണെന്ന് അറിയിച്ചിരിക്കുന്നു. കാരണം ഇപ്പോഴുണ്ടായിരിക്കുന്ന സംഘർഷങ്ങൾ അതൊരു യുദ്ധത്തിലേക്ക് നയിച്ചേക്കാനുള്ള സാധ്യതയാണ് UN മുൻകൂട്ടി കാണുന്നത്. അതുകൊണ്ട് തന്നെ UN ഈ വിഷയത്തിൽ ഇടപെടാൻ തയ്യാറാണ്. എന്നാൽ ഇതിന് ഇന്ത്യയും പാകിസ്ഥാനും ഒരേ സമയം സന്നദ്ധരാവണം. ആ ഒരു ഘട്ടത്തിൽ മാത്രമേ UN ഇടപെടാൻ സാധിക്കുള്ളൂ. അത് പ്രത്യേകിച്ച് കാശ്മീരുമായും അതുപോലെ നേരത്തെ ഉണ്ടായ മുൻ യുദ്ധങ്ങളുടെ കാര്യം പരിഗണിച്ചാലും എല്ലാം തന്നെ ഇരു രാജ്യങ്ങളും സന്നദ്ധമായ ഘട്ടത്തിൽ മാത്രമാണ് ഇടപെട്ടിട്ടുള്ളൂ. എന്നാൽ ഇത്തരത്തിലൊരു നീക്കം അത് എത്ര കണ്ട് ഗുണം ചെയ്യും എന്നതിനെ വളരെ ജാഗ്രതയോടെയാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ നോക്കിക്കാണുന്നത്. കാരണം മറ്റൊന്നുമല്ല, രണ്ട് വിഷയങ്ങൾ ഈ രീതിയിൽ UN ഇടപെടുകയാണെങ്കിൽ ഇന്ത്യ സ്വാഭാവികമായും ആവശ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പാക് സർക്കാരിൻ്റെ പിന്തുണയോടുകൂടി നടക്കുന്ന ഭീകരപ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കണം. ഈ ഭീകരപ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചാൽ മാത്രമേ ഇന്ത്യക്ക് ഈ രീതിയിൽ നേരത്തെ ഉണ്ടായതുപോലുള്ള ഓപ്പറേഷൻ പാക് മണ്ണിൽ കടന്നുകൊണ്ടുള്ള എന്തെങ്കിലും രീതിയിലുള്ള സൈനിക നടപടികൾ ആവർത്തിക്കില്ല എന്ന് പറയാൻ സാധിക്കും. ഇത്തരം ഒരു നിലപാടായിരിക്കും ഇന്ത്യ കൈക്കൊള്ളുക. അതേസമയം പാകിസ്ഥാൻ്റെ കാര്യം വളരെ വ്യക്തമാണ്. പാകിസ്ഥാൻ ഈ ഘട്ടം വളരെ തന്ത്രപൂർവ്വം കാശ്മീർ വിഷയം അന്താരാഷ്ട്രവൽക്കരിക്കാനുള്ള ശ്രമമാണ് നടത്തുക. പാകിസ്ഥാൻ്റെ ഈ വിഷയത്തിൽ തുടക്കം മുതലേ കൈക്കൊണ്ടിരിക്കുന്ന സമീപനം അടിസ്ഥാന വിഷയം കാശ്മീരാണ്. കാശ്മീരിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ, കാശ്മീരിൽ നടക്കുന്ന സ്വാതന്ത്ര്യ സമരത്തെ ഇന്ത്യ അടിച്ചമർത്തുന്നു. അതുകൊണ്ട് തന്നെ കാശ്മീർ പ്രശ്നത്തിൽ UN ഇടപെടാൻ സന്നദ്ധമായി കഴിഞ്ഞാൽ മാത്രമേ ഈ വിഷയത്തിൽ UN ഇടപെടലിനെ തങ്ങൾ അംഗീകരിക്കൂ എന്നൊരു നിലപാടും പാകിസ്ഥാൻ കൈക്കൊണ്ടേക്കും. അതുകൊണ്ട് തന്നെ ഇരു രാജ്യങ്ങളും UN ഇടപെടലിനെ എത്ര കണ്ട് അംഗീകരിക്കുമെന്നതായിരിക്കും ഇനി ഏറ്റവും നിർണായകമാവുക. അതേസമയം ഇപ്പോൾ നടക്കുന്ന പ്രധാനപ്പെട്ടൊരു നീക്കമെന്ന് പറയുന്നത് അന്താരാഷ്ട്ര തലത്തിലുള്ള പിന്തുണ ആർജിക്കാനുള്ള ശ്രമങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും നടത്തുന്നത്. അല്പം മുമ്പ് അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഒരു പ്രസ്താവന വന്നിരുന്നു. അമേരിക്കൻ വിദേശകാര്യ മന്ത്രാലയം പ്രധാനമായും ഇതൊരു ആണവ യുദ്ധമായി ഒരു കാരണവശാലും മാറരുത്, അതിനുള്ള ജാഗ്രത എല്ലാവരും പാലിക്കണം എന്നെല്ലാം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു വാർത്താക്കുറിപ്പാണ് ഇറക്കിയിരിക്കുന്നത്. പാകിസ്ഥാനെ പേരെടുത്ത് അതിനകത്ത് വിമർശിക്കുന്നുണ്ട്. പാകിസ്ഥാൻ ഇടയ്ക്കിടയ്ക്ക് തങ്ങൾ അണുവായുധം പ്രയോഗിക്കും എന്ന രീതിയിലുള്ള ഭീഷണി മുഴക്കുന്നു. ഇത്തരം ഭീഷണികൾ ഒരു കാരണവശാലും തന്നെ പാടില്ല. മാത്രമല്ല, ഭീകര പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നടപടി കൈക്കൊള്ളണം. ഇത്തരത്തിലുള്ള നിലപാടാണ് അമേരിക്കൻ സർക്കാർ ഔദ്യോഗികമായി കൈക്കൊള്ളുന്നത്. അതേസമയം നമുക്കെല്ലാവർക്കും തന്നെ അറിയാം, പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ നൽകുന്നതും ഏറ്റവും കൂടുതൽ സൈനികമായും സൈനികേതരമായും എല്ലാ സഹായങ്ങളും നൽകുന്നത് അമേരിക്കയാണ്. അമേരിക്കയുടെ ഏറ്റവും വലിയ ആയുധ വിപണികളിൽ ഒന്നാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പരസ്യമായി ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തുമ്പോൾ തന്നെ രഹസ്യമായി പാകിസ്ഥാനെ സഹായിക്കുന്ന രീതിയിലുള്ള നിലപാട് അമേരിക്കൻ സർക്കാർ കൈക്കൊള്ളാനുള്ള സാധ്യത ഒരു കാരണവശാലും തന്നെ തള്ളിക്കളയാൻ സാധിക്കില്ല. പാകിസ്ഥാനും ഇത്തരത്തിൽ വളരെ പുറത്തേക്ക് എന്തെല്ലാം പ്രസ്താവനകൾ അമേരിക്കൻ ഭരണകൂടം നടത്തിയാലും താഴെത്തട്ടിലൂടെ നയതന്ത്ര ചർച്ചകളിലൂടെ തങ്ങൾക്ക് അനുകൂലമായൊരു സമീപനം അമേരിക്കൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ചൈനയുടെ കാര്യത്തിലും അതെ, പാക് മന്ത്രിതല സംഘം അതുപോലെ നയതന്ത്ര പ്രതിനിധി സംഘം ഇതിനകം തന്നെ ചൈനയിലെത്തിയിട്ടുണ്ട്. ചൈനയിൽ നിന്നും പിന്തുണ ആർജിക്കാനുള്ള ശ്രമങ്ങൾ പാക് ഭരണകൂടം നടത്തുന്നുണ്ട്. എന്നാൽ ചൈനയാവട്ടെ ഈ വിഷയത്തിൽ പരസ്യമായി പാകിസ്ഥാനെ പിന്തുണയ്ക്കില്ല എന്നൊരു സമീപനമാണ് ഇതുവരെ കൈക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ചൈനയ്ക്ക് പാകിസ്ഥാനിൽ പല രീതിയിലുള്ള, അതായത് പ്രതിരോധവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല സാമ്പത്തികമായും മറ്റ് പല തലങ്ങളിലുമുള്ള താല്പര്യങ്ങൾ ചൈനീസ് സർക്കാരിന് പാകിസ്ഥാനുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടുകൂടിയുള്ള സമീപനമായിരിക്കും കൈക്കൊള്ളുക. എന്നാൽ പരസ്യമായി പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നൊരു സമീപനം ഇന്നത്തെ സാഹചര്യത്തിൽ ഒട്ടുമിക്ക ലോകരാജ്യങ്ങൾക്കും കൈക്കൊള്ളാൻ സാധിക്കില്ല. അതിൻ്റെ കാരണം ലോകം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി എന്ന് പറയുന്നത് ഭീകരവാദം തന്നെയാണ്. പാകിസ്ഥാൻ ഭീകരവാദത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ് എന്ന്
ഏറെക്കുറെ എല്ലാവരും തന്നെ അംഗീകരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുന്നു. കൊറിയൻ സർക്കാർ ഇന്ന് ഈ വിഷയത്തിൽ ഇന്ത്യക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു സമീപനം കൈക്കൊണ്ടിരിക്കുന്നു. അതേസമയം UN-ലെ പാകിസ്ഥാൻ്റെ പ്രതിനിധിയായ മലിഹ ലോധി ബാൻ കി മൂണിനെ ഇന്ന് UN സെക്രട്ടറി ജനറൽ ബാൻ കി മൂണുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ UN പാകിസ്ഥാൻ അനുകൂലമായ സമീപനം കൈക്കൊള്ളണം എന്നൊരു ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് രാജ്യാന്തര തലത്തിൽ തങ്ങൾക്ക് അനുകൂലമായ സമീപനം പരമാവധി ലോകരാജ്യങ്ങളുടെ പിന്തുണയാർജിക്കാനുള്ള തീവ്ര ശ്രമങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും നടത്തുന്നത്. ഒരുപക്ഷെ രാജേന്ദ്രൻ, ഒരു യുദ്ധം വന്നാൽ അതിനെ നേരിടാൻ സജ്ജമാണ് എന്ന് ഇതിനോടകം തന്നെ സൈന്യം സൂചിപ്പിച്ചിട്ടുണ്ട്, അത് വ്യക്തവുമാണ്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് സമാധാനം നിലനിർത്താനുള്ള ഒരു ശ്രമമായിരിക്കും ഇന്ത്യ നടത്തുക, കാലാകാലങ്ങളായി അങ്ങനെയുമാണ്. പക്ഷേ പാകിസ്ഥാന് സ്വാഭാവികമായും വേണ്ടത് അതല്ല. കശ്മീർ അടക്കമുള്ള വിഷയങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ UN ഒരു മധ്യസ്ഥതയിൽ ഒരു ചർച്ച വന്നാലൊക്കെ തന്നെയും ഇതുവരെയും നമ്മൾ കണ്ടതാണ്, പല ആവർത്തി വെടിനിർത്തൽ കരാറുകൾ വരുന്നു, അത് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ലംഘിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ നിലവിലെ സമാധാന ശ്രമങ്ങളോടൊക്കെ ഇനിയിപ്പോൾ UN നേതൃത്വത്തിലൊക്കെയും ഉണ്ടായാൽ തന്നെയും അതിനോടൊക്കെ എങ്ങനെയായിരിക്കും പാകിസ്ഥാൻ പ്രതികരിക്കുക? അല്ല, പാകിസ്ഥാൻ ഈ വിഷയത്തിൽ പ്രതിരോധത്തിലാണ്. അതാണ് ഏറ്റവും പ്രധാനമായൊരു കാര്യം. ഈ വിഷയത്തിൽ പാകിസ്ഥാൻ പ്രതിരോധത്തിലാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നേരത്തെ പറഞ്ഞ പോലെ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ലഷ്കർ-ഇ-തോയ്ബ എന്ന ഭീകര സംഘടന പ്രവർത്തിക്കുന്നു. ഈ കശ്മീർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘടനയാണ് ഹിസ്ബുൾ മുജാഹിദിനെങ്കിലും ഈ അതിലുള്ള ആ തീവ്രവാദ സംഘത്തിലുള്ളവരെല്ലാം തന്നെ കശ്മീർ സ്വദേശികളാണ് എന്നാണ് പൊതുവെ അറിയപ്പെടുന്നതെങ്കിൽ പോലും അതിർത്തിക്ക് അപ്പുറത്ത് നിന്ന് പാകിസ്ഥാനിൽ നിന്ന് വലിയ രീതിയിലുള്ള സഹായങ്ങൾ ഈ ഹിസ്ബുൾ മുജാഹിദിന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം മാത്രമല്ല, ഈ അൽ-ഖ്വയ്ദയായാലും പാക് താലിബാനായാലും മൊത്തത്തിൽ തീവ്രവാദത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊന്ന്, ഒരു പ്രഭവ കേന്ദ്രം എന്ന രീതിയിൽ പാകിസ്ഥാൻ ഇതിനകത്ത് തന്നെ ആയിക്കഴിഞ്ഞു. പാകിസ്ഥാനെ ആ രീതിയിൽ മാറ്റുന്നതിൽ അമേരിക്കയുടെ ഏറ്റവും നിർണായകമായ പങ്കുണ്ട് എന്നെല്ലാം വളരെ വ്യക്തമാണെങ്കിൽ പോലും അടിസ്ഥാനപരമായി പാകിസ്ഥാൻ തീവ്രവാദത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു യാഥാർത്ഥ്യം പാകിസ്ഥാന് കനത്ത തിരിച്ചടിയാണ്. അത് നയതന്ത്ര തലത്തിലായാലും ഇപ്പോൾ UN-മായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളായാലും പരമാവധി ലോകരാജ്യങ്ങളുടെ പിന്തുണ ആർജിക്കാനുള്ള ശ്രമത്തിലായാലും ഇതെല്ലാം തന്നെ പാകിസ്ഥാന് ഒരു നെഗറ്റീവ് മാർക്ക് നൽകുന്നു. അതേസമയം പാകിസ്ഥാൻ ഇപ്പോഴല്ല, ഈ ഇന്ത്യ POKയിൽ കയറി അവിടുത്തെ തീവ്രവാദ ക്യാമ്പുകൾ തകർക്കുന്ന ആ ഒരു സംഭവത്തിന് മുമ്പ് തന്നെ, വളരെ മുമ്പ് തന്നെ, ഏതാണ്ട് ഈ കശ്മീരിലെ സംഘർഷങ്ങളുടെ തുടക്കം മുതൽക്ക് തന്നെ കശ്മീർ പ്രശ്നം അന്താരാഷ്ട്ര തലത്തിലെ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാക്കി മാറ്റാനുള്ള എല്ലാ ശ്രമങ്ങളും ആരംഭിച്ചിരുന്നു. ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങൾക്കിടയിലുമെല്ലാം പാകിസ്ഥാൻ്റെ ഒരേ ഒരു ഉന്നം എന്ന് പറയുന്നത് കാശ്മീർ പ്രശ്നം അത് അന്താരാഷ്ട്രവൽക്കരിക്കുക. ഈ കാശ്മീർ പ്രശ്നം ഏതാണ്ട് പലസ്തീൻ പ്രശ്നത്തെ പോലെ ഒരു അന്താരാഷ്ട്ര പ്രശ്നമായി അതിനെ മാറ്റുക, കശ്മീരിൽ പരമാവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അത് കാശ്മീരിൻ്റെ അകത്ത് സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നതിൽ ഒരു പരിധിവരെ പാകിസ്ഥാൻ വിജയിച്ചു കഴിഞ്ഞു. എന്നാൽ ഇത് ഈ ലോകത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാക്കി മാറ്റുക എന്നതാണ് പാകിസ്ഥാൻ്റെ ലക്ഷ്യം. എന്തെല്ലാം സംഘർഷങ്ങളും കാര്യങ്ങളും ഉണ്ടായാലും ഈ ലക്ഷ്യം മുൻനിർത്തിയുള്ള ചർച്ചകളാണ് പാകിസ്ഥാൻ അന്താരാഷ്ട്ര തലത്തിൽ നടത്തുന്നത്. UN ഇടപെടുകയാണെങ്കിൽ ഞങ്ങൾ പ്രശ്നം പരിഹരിക്കാൻ തയ്യാറാണ്, പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സന്നദ്ധത അറിയിക്കണം ഒരു ആവശ്യം മുന്നോട്ട് വെച്ചാൽ യാതൊരു സംശയവും വേണ്ട. പാകിസ്ഥാൻ ആദ്യം ഉയർത്തി കാണിക്കുന്ന വിഷയമെന്ന് പറയുന്നത് ഒരു UN സംഘത്തെ കാശ്മീരിലേക്ക് അയച്ച് കശ്മീരിലെ യാഥാർത്ഥ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ആ സംഘത്തിൻ്റെ ഒരു റിപ്പോർട്ട് ആരായണം, എന്നിട്ട് ഈ റിപ്പോർട്ട് ഐക്യരാഷ്ട്രസഭയിൽ വെക്കണം. ഇത്തരമൊരു ആവശ്യമായിരിക്കും പാകിസ്ഥാൻ മുന്നോട്ട് വയ്ക്കുക. എന്നാൽ ഒരു കാരണവശാലും ഇന്ത്യ അത് അംഗീകരിക്കില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന വിഷയമെന്ന് പറയുന്നത് പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഭീകരവാദമാണ്. അവിടുത്തെ എല്ലാ ഭീകര സംഘടനകളും അമർച്ച ചെയ്യണം. അത് ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പിന്തുണയായാലും ISIയുടെ ഭാഗത്തു നിന്നുള്ള പിന്തുണയായാലും പാക് സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള പിന്തുണയായാലും അത് പൂർണ്ണമായും അവസാനിപ്പിക്കണം എന്നൊരു ആവശ്യമായിരിക്കും ഇന്ത്യ മുന്നോട്ട് വയ്ക്കുക. രാജേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. പാക് പ്രകോപനം അതിർത്തിയിൽ തുടരുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് പിന്തുണയുമായി അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ എത്തിയിട്ടുണ്ട്. UN-ഉം ഒരു മധ്യസ്ഥ ചർച്ചയ്ക്ക് തയ്യാറാണ്, മധ്യസ്ഥ വഹിക്കാം എന്ന ഒരു സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ഏതായാലും വലിയ കൂലങ്കഷമായ ചർച്ചകൾ ഒക്കെ തന്നെയും അനൗദ്യോഗികമായൊക്കെയും ഇന്നും നടക്കുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്.